ഹലോ, മെസ്സേജ് കേൾക്കാം. കേൾക്കാം. ഇന്നത്തെ ബാലൻസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് നോക്കാം നമുക്ക്. ജാക്കോബിയൻ പ്രോപ്പർട്ടീസ് പറഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലായില്ല, വീണ്ടും പറയണമെന്ന് പറഞ്ഞായിരുന്നു. ആ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡയറക്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ u is equal to f of r, x is equal to r cos theta, y is equal to r sin theta. നമ്മൾ പ്രൂവ് ചെയ്യാൻ പറയുന്നത് ദോ സ്ക്വയർ യു ബൈ ദോ എക്സ് സ്ക്വയർ പ്ലസ് ദോ സ്ക്വയർ വൈ ബൈ ദോ വൈ സ്ക്വയർ ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് ഓഫ് ആർ പ്ലസ് ഹാഫ് 1 ബൈ ആർ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ആർ. അത് നമുക്ക് തന്നിരിക്കുന്ന ടേമിന് യു തന്നിട്ടുണ്ട് എഫ് ഓഫ് ആർ എന്നുള്ളത്, എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നും വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് യുവിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക, അതിനുശേഷം സെക്കൻഡ് ഡിഫറൻസിയേഷൻ ചെയ്യുക. അതാണ് നമുക്ക് തന്നേക്കുന്നത്. യുവിനെ എക്സ് വെച്ചുകൊണ്ട്, താഴെ എക്സ് ആണ്, അപ്പൊ എക്സ് വെച്ചുകൊണ്ട് ഫസ്റ്റ് ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്യുക, വീണ്ടും ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് ദോ സ്ക്വയർ യു ബൈ ദോ എക്സ് സ്ക്വയർ കിട്ടും. അടുത്തത് വീണ്ടും ദോ സ്ക്വയർ വൈ ബൈ ദോ വൈ സ്ക്വയർ. ഈ വൈയുടെ ടേമിൽ വീണ്ടും വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുപോലെ ആൻസർ കിട്ടണം എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കണം. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ആൻസർ കിട്ടുമെന്ന് പറയണം. അപ്പൊ തന്നിരിക്കുന്ന ടേം കൊടുത്ത് ആദ്യം എഴുതാം, യു സി ഈക്വൽ ടു എഫ് ഓഫ് ആർ. അത് തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയാണ് തന്നിട്ടുണ്ട്, വൈ സി ഈക്വൽ ടു ആർ സൈൻ തീറ്റയാണ് തന്നിട്ടുണ്ട്. അപ്പൊ യുവിന്റെ ടേമിൽ ആദ്യം ആറിനെ എക്സ് ടേമിലും വൈ ടേമിലും ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ ഈ നമുക്ക് ഒന്നും കൂടി ഇവിടെ സെറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. നമുക്കിവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. അതായത് ഇവിടെ തന്നേക്കാൻ നോക്കിയേ, എക്സ് വൈ, എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അപ്പൊ എക്സിനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ വരും, ഇപ്പോഴത്തെ ടേമിൽ ആർ സ്ക്വയർ കോസ് സ്ക്വയർ വരും. അതുപോലെ വൈനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ സൈൻ സ്ക്വയർ വരും. ഇതിൽ രണ്ടിലും ആർ സ്ക്വയർ കോമൺ ആണ്, അത് രണ്ടിൽ നിന്നും പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആർ സ്ക്വയർ ആയി. ഇവിടുത്തെ ടേമിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വരും. ഇത് നമുക്ക് 1 ആണെന്ന് അറിയാം. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണെന്ന് നമുക്ക് ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത് 1 × 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായി, എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടി. നമുക്കിവിടെ വേണ്ടത് ആറാണ്. ആർ ഈക്വൽ ടു സ്ക്വയർ കളയാൻ വേണ്ടി റൂട്ട് കൊടുക്കാം. അപ്പൊ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടും. ഇവിടെ വരാൻ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി യു എടുക്കുക. യു ഈക്വൽ ടു എഫ് ഓഫ് ആർ എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് എടുത്തത്. ഇത് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ചെയിൻ റൂൾ കൊടുക്കുക. ചെയിൻ റൂൾ കൊടുക്കുമ്പോൾ എങ്ങനെ വരും, ദോ വൈ ബൈ ദോ എക്സ് ഈക്വൽ ടു ദോ വൈ ബൈ ദോ ആർ ഇൻറ്റു ദോ ആർ ബൈ ദോ എക്സ് എന്ന് വരും. ഇവിടുത്തെ ദോ ആറും ക്യാൻസൽ കഴിഞ്ഞാൽ ദോ വൈ ബൈ ദോ എക്സ് തന്നെ കിട്ടും. ഇതാണ് നമ്മുടെ ചെയിൻ റൂൾ. അപ്പൊ ദോ വൈ ബൈ ദോ എക്സ് എന്ന് പറഞ്ഞാല് ദോ വൈ ബൈ ദോ ആർ ഇൻറ്റു ദോ ആർ ബൈ ദോ എക്സ്. ഈ ദോ ആറും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദോ വൈ ബൈ ദോ എക്സ് തന്നെ കിട്ടും. അതായത് ഈ ചെയിൻ റൂൾ തന്നെ കിട്ടും. ഇനി ഈ ടേമിന്, അതായത് എഫ് ഓഫ് ആറിന് ഡിഫറൻസിയേഷൻ ചെയ്യണം. എഫ് ഓഫ് ആറിന് ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറഞ്ഞേക്കണം, എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാനാണ് പറഞ്ഞേക്കണം. അപ്പൊ നമുക്ക് എന്ത് വരും, ഈ ഫസ്റ്റ് ടേം ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡാഷ് കൊടുക്കാം, ഡാഷ് ഓഫ് ആർ വരും. ഇവിടെ ആറിനെ ഞാൻ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പൊ എക്സ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ദോ ആർ ബൈ ദോ എക്സ് കൂടി കൂടെ വരും. അപ്പൊ ദോ യു ബൈ ദോ എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ, അതായത് എഫ് ആറായിരുന്നു, ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ വന്നു, അതുകൊണ്ട് ഫസ്റ്റ് ഡാഷ് ഇട്ടു, പിന്നെ ദോ ആർ ബൈ ദോ എക്സ് വരും. ഇനി ആർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ പാർഷ്യൽ എന്ത് ചെയ്യണം, വീണ്ടും എക്സ് വെച്ചിട്ട് ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ദോ ആർ ബൈ ദോ എക്സ് എന്നാണ് കിട്ടും. അപ്പൊ ഇവിടെ ആറിനെ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത്, ആറിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 2 × ആറ് വരും. ആറിന്റെ കൂടെ എക്സിന്റെ ടേം ഇല്ലാത്തത് കൊണ്ട് ദോ ആർ ബൈ ദോ എക്സ് വരും. ഇപ്പോഴത്തെ ടേമിൽ വൈയുടെ ടേമിൽ ഇവിടെ ആറില്ല, എക്സിന്റെ ടേം കൂടി ഇല്ലാത്തത് കൊണ്ട് ഇത് 0 ആയിട്ട് പോകും. ഈ ടേമിൽ എക്സ് സ്ക്വയർ വരും. എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ, എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 2x എന്ന് കിട്ടും. ഈ 2ഉം ക്യാൻസൽ ചെയ്തിട്ട് ഇവിടുത്തെ ദോ ആർ ബൈ ദോ എക്സിനെ നിർത്തി കഴിഞ്ഞാൽ ഈ ആറിനെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സ് ബൈ ആർ എന്ന് കിട്ടും. അപ്പൊ ദോ ആർ ബൈ ദോ എക്സിന്റെ വാല്യൂ എക്സ് ബൈ ആർ എന്ന് കിട്ടും. അതാണ് ഇവിടെ കൊണ്ട് ഈ ടേമിന് പകരം എക്സ് ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇവിടെ വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി വീണ്ടും ഈ ടേമിന്, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ടേമിലേ കിട്ടിയുള്ളൂ, ഫസ്റ്റ് ഡെറിവേഷൻ ആയിട്ടുള്ളൂ, സെക്കൻഡ് ഡെറിവേഷൻ ചെയ്യണം. അപ്പൊ ഡിഫറൻസിയേഷൻ ടു എക്സ് പാർഷ്യലി അഗെയിൻ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഡിഫറൻസിയേഷൻ ചെയ്യണം പറഞ്ഞാൽ എക്സിന്റെ ടേമിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യും. ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ദോ സ്ക്വയർ വൈ ബൈ ദോ എക്സ് സ്ക്വയർ ആവും. ഫസ്റ്റ് നമുക്ക് ഇവിടെ കിടക്കുന്നത് നോക്കി, ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ഒരു ടേം, സെക്കൻഡ് ഒരു ടേം, അതായത് യു ഇൻറ്റു വി ഫോം ആണ്. നമ്മൾ
+2 പഠിക്കുന്ന പ്രൊഡക്റ്റ് റൂൾ, അത് u ഇൻറ്റു വി. അതിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇത് u, ഇത് v. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ നിർത്തിയിട്ട് സെക്കൻഡ് ഫംഗ്ഷനെ ഡിഫറൻസിയേഷൻ ചെയ്യുക, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അങ്ങനെ നിർത്തിയിട്ട് ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. അതാണ് നമ്മളോട് ചെയ്യുന്നത്. യു വി റൂൾ എന്ന് പറയുന്നതാണ്. യു വി റൂൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫംഗ്ഷൻ, ഫസ്റ്റ് യു സെക്കൻഡ് വി. അപ്പൊ യുവിനെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് വിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക, പ്ലസ് വിനെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് യുവിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ ടേമിനെ ഡിഫറൻസിയേഷൻ ചെയ്യാണ് രണ്ടാമത്. അപ്പൊ ഈ ഒരു ടേമിൽ ഇത് യുവും ഇത് വി ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫസ്റ്റിനെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് എഫ് ഡാഷ് ഓഫ് ആർ അങ്ങനെ തന്നെ നിർത്തി ഇവിടെ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഇവിടെ ഡിഫറൻസിയേഷൻ നോക്കിയാൽ മുകളിലൊരു ടേം താഴെ ഒരു ടേം. അപ്പൊ ഇവിടെ യു ബൈ വി ഫോം ആയി. ഇത് കോഷ്യൻ റൂൾ ആണുള്ള വരാം. കോഷ്യൻ റൂൾ വരുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ, അതായത് താഴത്തെ ഫംഗ്ഷൻ അങ്ങനെ തന്നെ നിർത്താം, ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻസിയേഷൻ ചെയ്യുക, മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ നിർത്താം, സെക്കൻഡ് ഫംഗ്ഷനെ ഡിഫറൻസിയേഷൻ ചെയ്യുക, ഡിവൈഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷന്റെ ഹോൾ സ്ക്വയർ. ഇതാണ് കോഷ്യൻ റൂൾ. പ്രൊഡക്റ്റ് റൂൾ എന്താണ്, കോഷ്യൻ റൂൾ എന്താണ്, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആറ് അങ്ങനെ തന്നെ നിർത്തിയിട്ട് എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്തു. എക്സിനെ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാല് ഇവിടെ n 1 ആയതുകൊണ്ട് എക്സ് റേസ് ടു 1. അപ്പൊ 1 ഇൻറ്റു എക്സ് റേസ് ടു എക്സ് മൈനസ് 1, എക്സ് 1 മൈനസ് 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അത് എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. മൈനസ് എക്സ് അങ്ങനെ തന്നെ നിർത്തി ആറിനെ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് കൊണ്ട് ദോ ആർ ബൈ ദോ എക്സ് വരും, ഡിവൈഡ് ബൈ താഴെ വരുന്ന ആറിന്റെ സ്ക്വയർ. അപ്പൊ ഫസ്റ്റ് ടേം ഇവിടെ നിന്നു. ഇനി സെക്കൻഡ് ടേം അങ്ങനെ തന്നെ നിർത്തിയിട്ട് ഫസ്റ്റ് ടേമിന്, അതായത് ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഫസ്റ്റ് ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് എഫ് വൺ ആർ കിട്ടും. സെക്കൻഡ് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എഫ് ഡബിൾ ഓഫ് ആർ ഇൻറ്റു പിന്നെ കൂടെ എന്ത് വേണം? ദോ ആർ ബൈ ദോ എക്സ് വേണം. അവിടെ എക്സിന്റെ ടേം ഇല്ലാത്തത് കൊണ്ട് ദോ ആർ ബൈ ദോ എക്സ് വരും. ഇപ്പൊ ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആർ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ആർ മൈനസ് എക്സ് ഇൻറ്റു എക്സ് ബൈ ആർ സ്ക്വയർ കിട്ടും. ഇവിടുത്തെ എക്സ് ബൈ ആർ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് ആർ ഇൻറ്റു ഈ ദോ ആർ ബൈ ദോ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് ബൈ ആർ കൊടുക്കാം. അത് ഈ രണ്ട് സ്ഥാനത്തും, ഈ ദോ ആർ ബൈ ദോ എക്സിന്റെ സ്ഥാനത്തും ഈ ദോ ആർ ബൈ ദോ എക്സിന്റെ സ്ഥാനത്തും എക്സ് ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നേരത്തെ ഇതുപോലെ തന്നെ എക്സ് ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി? ഇതേപോലെ ആയി. എന്നിട്ട് ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ആർ സ്ക്വയർ, ആർ ഇൻറ്റു ആർ, ഇവിടെ താഴത്തെ ടേമിന് എൽ സി എടുത്ത് സെറ്റ് ചെയ്യുക. അതായത് ഇവിടെ നോക്കി, ഇവിടെ ആർ മൈനസ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ വരും, എക്സ് സ്ക്വയർ ബൈ ആർ വരും. ഇവിടെ താഴെ ആർ ഇല്ല. അപ്പൊ ഇവിടെ എൽ സി എടുത്തിട്ട് ഈ ആറിന് ഇവിടെ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ആർ സ്ക്വയർ വരും, മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഈ താഴത്തെ ആറ് താഴേക്ക് വരും. താഴെ ആർ സ്ക്വയർ കൂടി ഈ ആറ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ ക്യൂബ് വരും, പ്ലസ് ഇവിടത്തെ ഈ എക്സ് ബൈ ആറും ഈ എക്സ് സ്ക്വയർ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ കിട്ടും. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് സെറ്റ് ചെയ്യാം. ഇത് ക്ലിയർ ആണോ? ഇവിടെ വരെ ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി സെക്കൻഡ് ഇതുപോലെ ദോ വൈ ബൈ ദോ സ്ക്വയറിന് ഇപ്പൊ ചെയ്ത മെത്തേഡിൽ ദോ വൈ ബൈ ദോ സ്ക്വയർ ഒന്നും കൂടി സെറ്റ് ചെയ്യാം. ഇവിടെ എക്സ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വൈ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ആയി. ഇപ്പൊ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ടേമിനെ നമ്മൾ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്തു അല്ലെ? യുവിനെ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ, എഫ് ആറിനെ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്ത ഇക്വേഷൻ ആണ് ഇപ്പൊ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടിയത്. ഫസ്റ്റ് 1 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തത്. ഇനി ഈ ടേം തന്നെ നമുക്ക് എന്താ ചെയ്യാം? യുവിനെ എഫ് ആറിനെ വൈ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. വൈ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ദോ ആർ ബൈ ദോ വൈ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എഫ് ഡാഷ് ഓഫ് ആർ അങ്ങനെ തന്നെ വരും. ഈ എക്സിന്റെ സ്ഥാനത്ത് വൈ കൊടുത്താൽ മതി. അപ്പൊ ഇവിടുത്തെ എക്സ് സ്ക്വയർ പകരം ഇവിടെ വൈ സ്ക്വയർ വരും, ഇവിടുത്തെ എക്സ് സ്ക്വയറും പകരം ഇവിടെ വൈ സ്ക്വയർ വരും. അപ്പൊ രണ്ട് ഇക്വേഷൻ ആയി, 1 ഉം 2. എന്നിട്ട് ആഡിങ് 1 ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോ ആദ്യം ചെയ്ത് എക്സിന്റെ ടേമിൽ ദോ യു ബൈ ദോ എക്സിന്റെ ടേമിൽ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്തു, സെക്കൻഡ് ഡിഫറൻസിയേഷൻ ചെയ്തു. ആ കിട്ടിയ ആൻസറിനെ 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി ദോ യു ബൈ ദോ വൈനെ ഫസ്റ്റ് കാണാം, പിന്നെ ദോ സ്ക്വയർ വൈ ബൈ ദോ വൈ സ്ക്വയർ ചെയ്യാം. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് ഇവിടെ. അതായത് എക്സിന്റെ സ്ഥാനത്തൊക്കെ വൈ ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷൻ സെറ്റ് ആയി. എന്നിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ദോ സ്ക്വയർ വൈ ബൈ ദോ സ്ക്വയർ പ്ലസ് ദോ സ്ക്വയർ വൈ ബൈ ദോ വൈ സ്ക്വയർ ഈക്വൽ ടു ഈ ടേം പ്ലസ് ഈ ടേം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കോമൺ എഫ് ഡാഷ് ബൈ ആർ ക്യൂബ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇത് രണ്ടിലും കോമൺ ആയിട്ട് ഇതിന് പുറത്തോട്ട് എഴുതി. അപ്പൊ എഫ് ഡാഷ് ഓഫ് ആർ ഡിവൈഡ് ബൈ ആർ ക്യൂബ് കിട്ടി. ഇവിടെ ആർ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ, ഇവിടെയുണ്ട് ആർ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ
എന്നുള്ള ടേം, ഈ രണ്ട് ടേമായി. ഇനി പ്ലസ് എഫ് ഡേഷ് ഓഫ് ആർ എടുക്കുക. എഫ് ഡേഷ് ഓഫ് ആർ എടുക്കുമ്പോഴും ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു വൈ സ്ക്വയർ ഉണ്ട്. എസ് സ്ക്വയർ വൈ സ്ക്വയറും ഈ ആർ സ്ക്വയറിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എഴുതി. ഇവിടെ ആർ ക്യൂബിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എഴുതി, ഇവിടുത്തെ ആർ സ്ക്വയറിനെ കോമൺ ആയിട്ട് പുറത്തേക്ക്. അതിനുശേഷം ഇത് മൾട്ടിപ്ലൈ ഇത് ആഡ് ചെയ്യുക. ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്. അപ്പൊ 2r² മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. എഫ് ഡേഷ് ഓഫ് ഡബിൾ സ്ക്വയർ ആർ ഡിവൈഡ് ബൈ ഈ എസ് സ്ക്വയർ പ്ലസ് ആർ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, ആറാണ്. അപ്പൊ ഇവിടെ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമ്മുടെ ആർ സ്ക്വയർ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന്. അപ്പൊ ഇവിടെ അതുപോലെ കൊണ്ടുവന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം ആർ സ്ക്വയർ കൊടുത്തു. അപ്പൊ ഈ ആർ സ്ക്വയറും ഇവിടെ താഴെ ഉണ്ടായിരുന്ന ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്തു പോകും. അതുപോലെ ഇവിടെ ഈ ടേമിന് നമുക്ക് എന്ത് കൊടുക്കാം, എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ ആർ സ്ക്വയർ എന്ന് കൊടുക്കാം. ഇപ്പൊ 2r സ്ക്വയറിൽ നിന്നും ഒരു ആർ സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 1r സ്ക്വയർ കിട്ടും. ഈ ടേമിൽ നിന്ന് നോക്കിയേ, ഈ ആർ സ്ക്വയറും ഈ ആർ ക്യൂബും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഫ് ഡേഷ് ഓഫ് ആർ ഡിവൈഡ് ബൈ ആറും വരും. ഇവിടെ എഫ് ഡബിൾ ഡേഷ് ഓഫ് ആർ എന്നും വരും. ഇതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കണം. അതിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ക്ലിയർ ആണത്? ക്ലിയർ ആണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അങ്ങനെ അതിലേക്ക് എത്തിക്കാനായിട്ട് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവാം. ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് എന്ന് വെച്ചാൽ ദോ സ്ക്വയർ യു ബൈ ദോ എ സ്ക്വയർ പ്ലസ് ദോ സ്ക്വയർ വൈ ബൈ ദോ വൈ സ്ക്വയർ എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇതായിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ആദ്യം എടുക്കുന്ന യുവും എക്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ യു വെച്ചുകൊണ്ട് ദോ സ്ക്വയറും ദോയും ചെയ്യുക. അതുപോലെ അത് എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക, വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക. എക്സും വൈ തന്നുകൊണ്ട് നമുക്ക് ഇവിടെ സ്ക്വയർ വൈ സ്ക്വയർ ഈ ഇക്വേഷൻ സെറ്റ് ആവും. ഇത് വെച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇനി അടുത്തത് റൂളേഴ്സ് തിയറം. റൂളേഴ്സ് തിയറം എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ റിസൾട്ടിന് മൾട്ടി വാരിയബിൾ കാൽക്കുലസ് ഓഫ് യൂസ്ഡ് ടു ഹോമോജീനിയസ് ഫംഗ്ഷൻ. ഇപ്പൊ ഹോമോജീനിയസ് ഫംഗ്ഷന്റെ ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ വാരിയബിൾ വെച്ചിട്ട് കാൽക്കുലേഷന്റെ റിസൾട്ട് ആണ് റൂളേഴ്സ് തിയറം എന്ന് പറയുന്നത്. അതായത് എക്സ് ഇൻറ്റു ദോ എഫ് ബൈ ദോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ദോ എഫ് ബൈ ദോ വൈ പ്ലസ് സെഡ് ഇൻറ്റു ദോ എഫ് ബൈ ദോ സെഡ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ള ടേം ആണ്. ഇതാണ് നമ്മുടെ തിയറം പറയുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഫംഗ്ഷൻ ആയിരിക്കും. ഡിഗ്രി ആണ് ഇവിടെ എൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഓഫ് ഡിഗ്രി എൻ ആയിരിക്കും എന്ന് പറയുന്നത്. നോക്കാം. റൂളേഴ്സ് തിയറം പറയുന്നത് എക്സ് ഇൻറ്റു ദോ എഫ് ബൈ ദോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ദോ എഫ് ബൈ ദോ വൈ പ്ലസ് സെഡ് ഇൻറ്റു ദോ എഫ് ബൈ ദോ സെഡ് ഈക്വൽ ടു എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ സെഡ്. ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വാരിയബിൾ എടുക്കുമ്പോൾ 3 വാരിയബിൾ ഉണ്ട്. അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എൻ ആയിരിക്കും. ഇവിടെ വരുന്നതായിരിക്കും അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻ ആയിരിക്കും അവിടുത്തെ ഡിഗ്രി. ഇനി ഇത് ഒന്നിൽ കൂടുതൽ ടേം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും, എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ദ ഹോമോജീനിയസ് ഡിഗ്രി ഓഫ് എൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്കെയിലാർ ഒരു വാരിയബിൾ ഉണ്ടായിരിക്കും. അതാണ് ലാംഡ എന്ന് പറയുന്നത്. ഈ ലാംഡനെ ഹോൾഡ് ചെയ്യുമ്പോൾ എഫ് ഇൻറ്റു ലാംഡ എക്സ് ലാംഡ വൈ ലാംഡ സെഡ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ പവർ ലാംഡ റേസ് ടു എൻ ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ആയിരിക്കും. ലാംഡ എന്ന് പറഞ്ഞ ഒരു സ്കെയിലാർ വാരിയബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ അത് വെച്ചുകൊണ്ട് ദോ എഫ് ബൈ ദോ എക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ ഇൻറ്റു ലാംഡ റേസ് ടു എൻ മൈനസ് 1 എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് കിട്ടുന്ന പറയുന്നത്. എന്നിട്ട് ഇതിൽ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടും. ദോ എഫ് ബൈ ദോ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ദോ എഫ് ബൈ ദോ വൈ ഇൻറ്റു വൈ പ്ലസ് ദോ എഫ് ബൈ ദോ സെഡ് ഇൻറ്റു സെഡ് ഈക്വൽ ടു എൻ ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ്. ഈ തിയറം പഠിച്ചാൽ മതി. ഈ തിയറം പഠിക്കുക. ഒന്നിൽ കൂടുതൽ വാല്യൂ വരുമ്പോൾ അത് ലാംഡ എൻ ലാംഡ റേസ് ടു എൻ മൈനസ് 1 ആയിരിക്കും. ഈ എൻ എന്ന് പറയുന്നത് ആ വാരിയബിളിന്റെ ഡിഗ്രി ആയിരിക്കും. അത്ര ഇതിന് വേണ്ടു. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു എഫ് ഓഫ് എക്സ് വൈ തന്നിട്ട് 2 വാരിയബിളുള്ള വാരിയബിൾ തന്നേക്കണം. എക്സും വൈ എന്നുള്ള 2 വാരിയബിളൂടെ ഉള്ളൂ. സെഡും കൂടി ഉണ്ടെങ്കിൽ 3 വാരിയബിൾ ആവും. അപ്പോൾ ഇവിടെ ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഈക്വൽ ടു ലാംഡ എസ് ക്യൂബ് ലാംഡ വൈ ക്യൂബ് ഈക്വൽ ടു ലാംഡ ക്യൂബ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. അങ്ങനെയാണ് ഈ ടേം എടുക്കുന്നത്. ഇതിൽ എക്സ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ എന്തായിരുന്നു, ലാംഡയുടെ പവർ എന്തായിരുന്നു, അതാണ് എൻ. അപ്പൊ ഡിഗ്രി എൻ ഈക്വൽ ടു 3 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ടേം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ എന്തുണ്ടാവും, ഒരു ലാംഡ എന്നുള്ള ടേം ഉണ്ടായിരിക്കും. അതിന്റെ പവർ ആണ് നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ഇത് എക്സും വൈയുടെ ടേം മാത്രമേ ഉള്ളൂ. അപ്പൊ കൂടെ ഒരു സ്കെയിലാർ വാരിയബിൾ ആണ് നമ്മുടെ ലാംഡ. അപ്പൊ ലാംഡ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും, ലാംഡ എസ് ക്യൂബ് പ്ലസ് ലാംഡ വൈ ക്യൂബ് എന്നാണ്. അതിന് ലാംഡ ക്യൂബിനെ ഹോളായിട്ട് പുറത്തെടുത്ത് അതിന്റെ പവർ ആണ് നമ്മുടെ എൻ എന്ന് പറയുന്നത്.
ആ n സീക്വൽ ഇവിടെ 3 ആണ്. 3 ആണ് ഇവിടുത്തെ ഹോമോജീനിയസ് ഡിഗ്രി എന്ന് പറയുന്നത്. ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഈ ടേമിനെ ഫസ്റ്റ് ടേമിനെ ഡോ എഫ് ബൈ എക്സ്, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇതായിരുന്നു ഇക്വേഷൻ. എക്സ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യും. 2 ടേമുള്ളൂ. അപ്പൊ 2 ടേം എടുത്ത് ഇതുപോലെ ചെയ്തിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ. അപ്പൊ നമുക്ക് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക, അപ്പൊ വൈ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക, എക്സ് കോൺസ്റ്റന്റ് ആക്കാം. അപ്പൊ ഇവിടെ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 3 ഇൻറ്റു എക്സ് സ്ക്വയർ വരും. അതായത് ഈ എഫിനെ ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3x² ആണ്. ഇവിടെ വൈ ക്യൂബിന് ചെയ്യുന്ന സമയത്ത് ഇത് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ ഇത് 0 ആയിട്ട് വരും. വൈ ക്യൂബിന് ചെയ്യുമ്പോൾ 3y² എന്ന് കിട്ടും. ഇനി റൂളറിന്റെ ഫോർമുല എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ വരും. അപ്പൊ എക്സ് ഇൻറ്റു 3x² പ്ലസ് വൈ ഇൻറ്റു 3y². ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x³ പ്ലസ് 3y³ കിട്ടും. ഇതിൽ കോമൺ ആയിട്ട് 3 പുറത്തെടുത്തു കഴിഞ്ഞാൽ എക്സ് x³ വൈക്കുന്നത് x³ y³ എന്ന് പറയുന്നത് എന്തിട്ട് എഫ് ഓഫ് എക്സ് വൈ ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു 3 എന്ന് വരും. അപ്പൊ ഡിഗ്രി എന്തായി? 3 ആയി. ക്ലിയർ ആണത്? ക്ലിയർ ആണ്. ഇത്രയാണ് മൊഡ്യൂൾ 3 വരുന്നത്. കണ്ടിട്ട് ഇനി നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോവാം. മൊഡ്യൂൾ 4 ഇന്റഗ്രേഷൻ ആണ് വരുന്നത്. ഇന്റഗ്രൽ ആണ് വരുന്നത്. അപ്പൊ ഇന്റഗ്രലിന്റെ കുറെ ഇക്വേഷൻസ് ആണത്. മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ് കുറച്ച് ഇവിടെ തന്നിരിക്കുന്നത്. 21 ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിലൊന്ന് എക്സിന്റെ പവർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എന്നിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു n+1 ഡിവൈഡ് ബൈ n+1 പ്ലസ് സി എന്ന് കിട്ടും. ഇനി 1നെയാണ് ഇന്റഗ്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് സി കിട്ടും. ഇ റേസ് ടു എക്സ് ആണെങ്കിൽ അത് തന്നെ വരും, ഇ റേസ് ടു എക്സ് പ്ലസ് സി കിട്ടും. അതായത് 1/x ആണെങ്കിൽ ലോഗ് എക്സ് പ്ലസ് സി വരും. എ റേസ് ടു എക്സ് ആണെങ്കിൽ എ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ലോഗ് പ്ലസ് സി. ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്യാട്ടോ. ഇതൊക്കെ വേണ്ടതാണ്. 1/√x ആണെങ്കിൽ 2 ഇൻറ്റു √x വരും. സൈൻ എക്സ് കോസസ് എന്ന് കിട്ടും. കോസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ്. ടാൻ എക്സ് ആണെങ്കിൽ ലോഗ് സീക്ക് എക്സ്. കോട്ട് ആണെങ്കിൽ ലോഗ് സൈൻ എക്സ്. സീക്ക് ആണെന്നുണ്ടെങ്കിൽ ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. കൊസീക്ക് എക്സ് ആണെങ്കിൽ ലോഗ് കൊസീക്ക് എക്സ് പ്ലസ് കോട്ട് എക്സ്. സീക്ക് സ്ക്വയർ എക്സ് ആണെങ്കിൽ ടാൻ എക്സ്. കോസീക്ക് സ്ക്വയർ എക്സ് ആണെങ്കിൽ മൈനസ് കോട്ട് എക്സ്. സീക്ക് എക്സ് ടാൻ എക്സ് ആണെങ്കിൽ സീക്ക് എക്സ്. കൊസീക്ക് കോട്ട് എക്സ് ആണെങ്കിൽ മൈനസ് കൊസീക്ക് എക്സ്. പിന്നെ വരുന്നത് 1/√1 മൈനസ് x² ആണെങ്കിൽ അത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആയിരിക്കും. അതിന്റെ തന്നെ നെഗറ്റീവ് ഇത് തന്നെ ആയിരിക്കും. നെഗറ്റീവ് വരുമ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് വരാം. അതുപോലെ 1/1+x² എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് തന്നെ ആയിരിക്കും. അതിന്റെ നെഗറ്റീവ് ടേം ആണ് മൈനസ് കോട്ട് എക്സ് കോസ് ഇൻവേഴ്സ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ്. അതുപോലെ ഇതൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്യാം. ഇവിടെ വരെയുള്ളതൊക്കെ മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ നോക്കുക, നമുക്ക് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സാധാരണ കേസിൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേഷൻ ഓഫ് എ ടു ബി, അതായത് ഒരു ലിമിറ്റ് കൊടുക്കണം. ഇവിടെ ഒന്നും ലിമിറ്റ് ഇല്ല, നമുക്ക് നേരിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാം, അതിന് ആൻസർ കിട്ടും. ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ വരുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യും? വാല്യൂ കൊടുക്കേണ്ടി വരും. അപ്പറും ലോവറും വാല്യൂ വന്നിട്ടുണ്ടാവും. ആ വാല്യൂ കൂടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് ഇന്റഗ്രേഷൻ എ ടു ബി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാല് എഫ് ഓഫ് എക്സിനെ ഇന്റഗ്രേഷൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിലേക്ക് എ ടു ബി എന്നുള്ള വാല്യൂ നമ്മൾ കൊടുക്കണം. അപ്പൊ ആദ്യം എക്സിന് ബി കൊടുക്കണം, അതിനുശേഷം മൈനസ് എക്സിന് എ കൊടുക്കുക. അതാണ് ഇവിടെ ഇരിക്കുന്നത് ബി ഓഫ് എക്സിന് ബി കൊടുക്കുക. അപ്പൊ എഫ് ഓഫ് ബി വരും. മൈനസ് എക്സിന് എ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എ വരും. ഒരു എക്സാമ്പിൾ പറയണം നോക്കിയേ. x² dx ആണ് വന്നിരിക്കുന്നത്. ഇന്റഗ്രേഷൻ എ ടു ബി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x² ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് s³ 3 വരും. എന്നിട്ട് അവിടെ ആദ്യം ബി കൊടുക്കുക എക്സിന്, അതിന് ശേഷം എ കൊടുക്കുക എക്സിന്. അപ്പൊ x³ എന്ന് പറയുമ്പോൾ b³ 3 വരും. മൈനസ് അതിനുശേഷം എക്സിന് സ്ഥാനത്ത് എ കൊടുക്കുക a³ 3 വരും. കോമൺ ആയിട്ട് നമുക്ക് ഇതിനെ b³ മൈനസ് a³ ഡിവൈഡ് ബൈ 3 എന്ന് എഴുതാം. ഇത് ക്ലിയർ ആണോ? x³ 3 വന്ന് മനസ്സിലായി. അത് കഴിഞ്ഞു ഈ എക്സാമ്പിളോ
അതെ. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ ഇന്റഗ്രേഷൻ എ ടു ബി കൊടുക്കാനാ പറഞ്ഞത്. എ ടു ബി കൊടുക്കാൻ പറഞ്ഞു. അത് ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യാൻ പറയുമ്പോൾ ആദ്യം എക്സ് സ്ക്വയറിന് ഇന്റഗ്രേഷൻ ചെയ്യാം. എക്സിന്റെ പവർ എക്സ് റേസ് ടു എൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാം. പ്ലസ് സി കൊടുക്കണം. ഇവിടെ നമുക്ക് ഒരു റേഞ്ച് ഇന്റഗ്രൽ റേഞ്ച് തന്നിട്ടുള്ളത് കൊണ്ട് ഈ റേഞ്ചും കൂടി നമ്മോട് അപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം ഇതുപോലെ ഡിഫറൻസിയേഷൻ ചെയ്യാം, ഇന്റഗ്രേഷൻ ചെയ്യാം. എസ് ക്യൂ സ്ക്വയർ അല്ല നേക്കണം. അപ്പൊ നമുക്ക് എന്താവും എക്സ് എൻ പ്ലസ് വൺ ഒന്ന് കൂടണം. അപ്പൊ 2 ആയിരുന്നു. 2 പ്ലസ് വൺ എന്ന് പറയുമ്പോൾ 3 വരും. താഴെയും എൻ പ്ലസ് വൺ 3 വരും. അതിനുശേഷം നമ്മുടെ വാല്യൂ റേഞ്ച് ഇവിടെ എയും ബിയും കൊടുക്കാനാ പറയുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? എക്സിന്റെ സ്ഥാനത്ത് ആദ്യം ബി കൊടുക്കുക, മൈനസ് അതിനുശേഷം അത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ കൊടുക്കാനാ പറയണം. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ആദ്യം കൊടുക്കണം, ബി കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബി ക്യൂബ് വരും ബൈ 3 മൈനസ് ഇനി എക്സിന്റെ സ്ഥാനത്ത് എ കൊടുക്കാം. അപ്പൊ എ ക്യൂബ് ബൈ 3 വരും. ഇത് നമുക്കൊന്നും കൂടി സെറ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ബി ക്യൂബ് മൈനസ് എ ക്യൂബ് ഹോൾ ഡിവൈഡ് ബൈ 3 എന്ന് എഴുതാം. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഇതിൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, അതായത് പ്രോപ്പർട്ടീസിൽ വരുന്നത് ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ പവർ ഈവൺ ആണെന്നുണ്ടെങ്കിൽ അത് 2 ഇൻറ്റു അങ്ങനെ ഒരു വാല്യൂ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓഡ് ആണെങ്കിൽ അത് 0 ആയിരിക്കും. പവർ ഓഡ് ആണെങ്കിൽ 0 ആയിരിക്കും. ഇന്റഗ്രേഷൻ സമയത്ത് തന്നെ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നുവെച്ചാൽ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ എക്സിന്റെ പവർ സ്ക്വയർ ആയിരുന്നു, അപ്പൊ 2 കിട്ടി. അപ്പൊ ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ ഈ വാല്യൂന്റെ റേഞ്ച് വെച്ച് നോക്കണം. ഇവിടെ മൈനസ് എ ടു എ ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കൊടുക്കുന്ന വാല്യൂസിന് റേഞ്ച് പോലെ ഇരിക്കും. ഇവിടെ മൈനസ് പൈ ബൈ പൈ ആണ്. അവിടെ സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പവർ 1 ആയതുകൊണ്ട് ഇത് ഓടാണ്. ഓടാകുന്ന സമയത്തോട് 0 ആയിരിക്കും എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ വാല്യൂ നമ്മൾ പൈ കൊടുത്താലും മൈനസ് പൈ കൊടുത്താലും നമുക്ക് എന്തിനു കിട്ടും? 0 എന്ന് കിട്ടും. പക്ഷെ എക്സ് സ്ക്വയർ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എസിന്റെ പവർ ഈവൺ ആണ്. ഈവൺ ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് 2 ഇൻറ്റു ഇന്റഗ്രേഷൻ 0 ടു എ എന്നാവും. അപ്പൊ നമുക്ക് ഇവിടെ റേഞ്ച് ചേഞ്ച് ചെയ്തു. അതായത് ഇവിടെ മൈനസ് എ ടു എ ആണ് പറഞ്ഞത്. അപ്പൊ മൈനസ് 1 ടു 1 എന്നുള്ളത് മാറ്റിയിട്ട് 0 ടു 1 ആവുമ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു 2 വരുന്നത്. അതായത് റേഞ്ചിനെ പകുതിയാക്കി. ആ ഹാഫ് ആണ് നമുക്ക് ഇവിടുത്തെ 2 ആയിട്ട് വരുന്നത്. മൈനസ് 1 ടു 1 ആയിരുന്നെങ്കിൽ എസ് സ്ക്വയർ തന്നെ വരും. പക്ഷെ നമ്മൾ ഇവിടെ എന്താക്കി? 0 ടു 1 ആക്കി. 0 ടു 1 ആക്കുമ്പോൾ 2 വരും. ഈ 2 ഇൻറ്റു എസ് സ്ക്വയർ ഡി എക്സ് വരും. 2 കോൺസ്റ്റന്റ് ആണ്. എസ് സ്ക്വയറിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എസ് ക്യൂബ് വരും ബൈ 3 വരും. ഇനി എക്സിൽ 0യും 1ഉം വാല്യൂ കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ 0 ഇട്ട് വരും. 1 വരുമ്പോൾ 1 വരും. അപ്പോൾ 1 ബൈ 3 വരും. 1 ബൈ ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 2 തന്നെ വരും. ബൈ താഴത്തെ 3. അപ്പൊ 2 ബൈ 3 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി അപ്പൊ ഇതുപോലെ റേഞ്ച് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ചില പ്രോബ്ലത്തിലൊക്കെ നമുക്ക് റേഞ്ച് ഷിഫ്റ്റ് ചെയ്തൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതാണ് അതിന്റെ ഫോർമാറ്റ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ റേഞ്ച് ഷിഫ്റ്റ് ചെയ്യുക. 0 ടു എയിലേക്ക് വരുന്ന സമയത്തോടെ ഇൻറ്റു 2 വരും. പിന്നെ കോൺസ്റ്റന്റ് ടേം ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? 0 ആയിരിക്കും കിട്ടാം. അപ്പൊ പ്രോപ്പർട്ടീസ് ഒന്ന് നോട്ട് ചെയ്തത്. പ്രോപ്പർട്ടീസ് ആണ് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ്. ഇനി വരുന്ന പ്രൊഡക്റ്റ് റൂൾ അല്ലെങ്കിൽ ലെബനീസ് തിയറം. ലെബനീസ് തിയറം കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊഡക്റ്റ് റൂൾ, അതായത് ഇന്റഗ്രേഷനിൽ വരുന്ന പ്രൊഡക്റ്റ് റൂൾ എങ്ങനെയാണ്? അത് യു ഇൻറ്റു വി, അതിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ടേമും ജി ഓഫ് എക്സ്, അത് എക്സിന്റെ 2 ടേം വരുമ്പോൾ ഇപ്പൊ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന 2 ടേം വെച്ചിട്ട് ഒരു ടേം വെച്ചിട്ട് ഡിഫറൻസിയേഷൻ ചെയ്താണ് നമ്മളിപ്പോ ഇന്റഗ്രേഷൻ ചെയ്താണ് നമ്മൾ കണ്ടത് എസ് സ്ക്വയർ. ഏത് ഒരു ടേം അല്ലേ ഉള്ളൂ. ഇതിന്റെ കൂടെ നമുക്ക് എന്തെയ്യുന്നു? ഒരു 4x കൂടി ഉണ്ടായിരുന്നേക്കും. അപ്പൊ 2 ടേം ആയി. എസ് ക്യൂബ് ഇൻറ്റു 4x, അപ്പൊ 2 ടേം ആയി. അങ്ങനെ 2 ടേം വരുന്ന സമയത്ത് ആണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അത് രണ്ടും മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന സമയത്ത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അങ്ങനെ തന്നെ എഴുതി. ഇതാണ് റൂള്. എഫ് ഓഫ് എക്സ് എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതി. ഇന്റഗ്രേഷൻ ഓഫ് ജി ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രേഷൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇന്റഗ്രേഷൻ ഓഫ് ജി ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെയാണ് നമ്മൾ റൂൾ അപ്ലൈ ചെയ്യുക. അതൊന്ന് കാണിച്ചു തരാം. എക്സാമ്പിൾ വേണമെങ്കിൽ
ആദ്യം പ്രൊഡക്റ്റ് റൂൾ എന്നാണ് എഴുതാം. ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ നിർത്താം. ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എഴുതാം മൈനസ് ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ first divided by f of x into integration of second function. Integration of second function. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എക്സ് ക്യൂബ് സൈൻ എക്സ് ഡി എക്സ്. അപ്പൊ നോക്കിയേ എക്സിന്റെ ഒരു ടേം എക്സിന്റെ വേറൊരു ടേം, രണ്ട് ടേം ആയില്ലേ. ഇതൊരു ടേം, സൈൻ എക്സ് എന്നുള്ളത് വേറെ ടേം. ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രേഷൻ ഓഫ് എക്സ് ക്യൂബ് സൈൻ എക്സ് ഡി എക്സ്. ഇത് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഒരു ടേം, ഇത് വേറെ ടേം. അപ്പൊ നമുക്ക് യു ഇൻറ്റു വി ഫോം ആയി, അതായത് പ്രൊഡക്റ്റ് റൂൾ ആയി നമ്മുടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞത് പ്രൊഡക്റ്റ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്രൊഡക്റ്റ് റൂൾ സിമ്പിൾ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇന്റഗ്രേഷൻ ഓഫ് എസ് ക്യൂബ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതില് യു എന്ന് പറയുന്നത് എസ് ക്യൂബും വി എന്ന് പറയുന്നത് സൈൻ എക്സും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേമിന് വെറുതെ നിർത്താനാണ് പറയുന്നത്. അപ്പൊ എക്സ് ക്യൂബിന് അങ്ങനെ തന്നെ നിർത്താം. ഇനി സൈൻ എക്സിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് എക്സ് എന്ന് കിട്ടും. മൈനസ് വീണ്ടും ഫസ്റ്റ് ഫംഗ്ഷൻ, അതായത് എക്സ് ക്യൂബിന് ഡിഫറൻസിയേഷൻ ചെയ്യുക. എക്സ് ക്യൂബിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 3x² വരും. ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ സൈൻ എക്സിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ കോസ് എക്സ് വരും. അപ്പം തന്നെ അതിന്റെ എക്സ് വരും. എക്സ് ക്യൂബ് എഴുതി ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ മൈനസ് ഉണ്ട് സൈൻ്റെ സ്ഥാനത്ത്. അതായത് തങ്ങളൊന്നും മാറരുതേ. ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് കോസിനായിരിക്കും ഇന്റഗ്രേഷൻ സൈനായിരിക്കും മൈനസ് വരാം. ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് കോസിനായിരിക്കും മൈനസ് ചെയ്യാം. അപ്പൊ എസ് ക്യൂബ് മൈനസ് കോസ് എക്സ് വന്നു. മൈനസ് 3 ഇൻറ്റു ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ നമുക്ക് ഈ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ നമുക്ക് 3 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എക്സ് വന്നു. ഇതോടെ കിട്ടി. അതായത് മൈനസ് 3x² ഇൻറ്റു മൈനസ് കോസ് എക്സിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് കിട്ടി. പ്ലസ് ഇനി എന്താണെന്ന് വെച്ചാൽ ഈ ടേമിന് ഇതൊന്നും കൂടി ചെയ്യണം. ഈ 3x² വീണ്ടും ഇന്റഗ്രേഷൻ ചെയ്യണം. 3x² ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2 6ഉം പവർ ഒന്ന് കുറഞ്ഞ് 6x കിട്ടി. സൈൻ എക്സിന് വീണ്ടും ഇന്റഗ്രേഷൻ ചെയ്ത് നമുക്ക് മൈനസും കൂടി പ്ലസ് കോസ് എക്സ് കിട്ടും. ഇനി ഇതിന് ഒന്നും കൂടി ചെയിൻ റൂൾ വെച്ച് പോവാണ്. അപ്പൊ ഇനി ഇവിടെ ചെയ്യുമ്പോൾ വെച്ചാൽ എക്സിന്റെ ടേമിന് ഇനിയും കൊണ്ട് കിടക്കുന്നത്. അപ്പൊ ഈ എക്സിന്റെ ടേം ഇനി ഇന്റഗ്രേഷൻ ചെയ്യാം. എക്സിന്റെ ടേമിലൂടെ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യണം. 6x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ മൈനസ് 6ഉം വരും. കോസ് എക്സിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ സൈൻ എക്സ് വരും. അടുത്ത ടേം വരുമ്പോൾ ഈ 6ന്റെ ടേമിൽ എക്സിന്റെ പവർ ഇല്ലാത്തത് കൊണ്ട് അത് 0 ആയിട്ട് പോകും. എന്നിട്ട് ഇതെല്ലാം കൂടി എടുത്തെഴുതാം. അതായത് ഇവിടുത്തെ ഒരു മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് എസ് ക്യൂബ് കോസ് എക്സ് പ്ലസ് ഇവിടുത്തെ മൈനസ് കൂടെ പ്ലസ് ആയി 3x² സൈൻ എക്സ് പ്ലസ് 6x കോസ് എക്സ് മൈനസ് 6 സൈൻ എക്സ് പ്ലസ് 0 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ചെയ്ത് കാണിക്കാവോ ഈ ക്വസ്റ്റ്യൻ, ഈ എക്സാമ്പിള്? കാണിച്ചു. എസ് ക്യൂബിന് അങ്ങനെ തന്നെ നിർത്താം. എസ് ക്യൂബ് അങ്ങനെ തന്നെ നിർത്തി. സൈൻ എക്സിന് ഇന്റഗ്രേഷൻ ചെയ്യാനാണ് പറഞ്ഞേക്കണം. സെക്കൻഡ് ടേമിന് ഇന്റഗ്രേഷൻ, അതായത് ഇതിന് ഇന്റഗ്രേഷൻ ചെയ്യണം. സൈൻ എക്സ് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സ് വരും. മൈനസ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക. അതായത് ഇവിടെ ഡിഫറൻസിയേഷൻ ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞേക്കണേ. അപ്പൊ ഫസ്റ്റ് ടേം ഇതാണ് 3x³ 3x³ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 3x² ഇൻറ്റു കോസസ് എന്ത് വേണം? സെക്കൻഡ് ടേം എന്ന് വെച്ചാൽ സൈൻ എക്സിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ വീണ്ടും ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ കൂടെ മൈനസ് കോസ് എക്സ് കിട്ടും. ഇവിടെ വരെ കഴിഞ്ഞു. ഇനി വീണ്ടും ഇതിന് ഇന്റഗ്രേഷൻ ചെയ്യണം. ഇവിടെ നിന്ന് വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഇന്റഗ്രേഷൻ കൂടി വരും. വീണ്ടും ഒരു ഇന്റഗ്രേഷൻ കൂടി വരും. അപ്പൊ ഇവിടെ വരെ ഉള്ളത് നമുക്ക് കിട്ടി. അത് ഈക്വൽ ടു ഇത് ഇങ്ങനെ തന്നെ എഴുതാം. എസ് ക്യൂബ് മൈനസ് എസ് ക്യൂബ് കോസ് എക്സ് എന്നുള്ളത് കിട്ടി. അത് ഇവിടെ നിന്നോട്ടെ. ഇനി ഇപ്പുറത്ത് ഈ മൈനസ് ഇവിടെ നോക്കിയേ, ഇത് യു ഇത് വി, വീണ്ടും യു വി ഫോമായി.
ഇവിടെ ക്ലിയർ ആണോ? രണ്ടാമത്തെ ഇന്റഗ്രേഷൻ എക്സ് ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യണ്ടായോ? ഇതെങ്ങനെ ഇവിടെ നോക്കിയേ. ഇല്ല ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ നിർത്തിയിട്ട് ആണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. ഇവിടെ ഇതിങ്ങനെയാണ് പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഇതാണ് റൂൾ നമ്മുടെ പോകുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോ നോക്കിയേ, ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ നിർത്തി. സാധാരണ കോഷ്യന്റ് നമ്മുടെ പ്രൊഡക്റ്റ് റൂള് ഡിഫറൻസിയേഷൻ വരുന്ന സമയത്ത് രണ്ട് ടേമും മാറി മാറി ഇന്റഗ്രേഷൻ ചെയ്യും. പക്ഷെ ഇവിടെ ഇന്റഗ്രേഷൻ കേസ് വരുമ്പോൾ അതിന്റെ ആവശ്യമില്ല. അതായത് നമ്മൾ പ്രൊഡക്റ്റ് റൂള് ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് യുവിനെ അങ്ങനെ തന്നെ നിർത്തി, വിനെ ഡിഫറൻസിയേഷൻ ചെയ്തു, പ്ലസ് യുവിനെ ഡിഫറൻസിയേഷൻ ചെയ്തു, വിനെ നിർത്തും. അങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് റൂള് ഡിഫറൻസിയേഷൻ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇന്റഗ്രേഷൻ വരുന്ന സമയത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ നിർത്തുക, ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് എന്ന് വരാം. അപ്പൊ ഇവിടെ വരെയുള്ള ടേമാണ് ഇപ്പൊ ചെയ്തത്. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ നിർത്തി എക്സ് ക്യൂബ് ചെയ്തു, സെക്കൻഡ് ടേമായ സൈൻ എക്സിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സ് കിട്ടും. ഇനി ഡിവൈ ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ഈ ടേം, ഇതിന് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് നമുക്ക് 3x² കിട്ടും. വീണ്ടും ഈ ടേമിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സ് കിട്ടും. ഇനി അതിന് ഇന്റഗ്രേഷൻ ചെയ്യാം. വീണ്ടും അതിന് ഈ ഒരു ഇന്റഗ്രേഷൻ കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പൊ വീണ്ടും ഇന്റഗ്രേഷൻ ചെയ്ത സമയം, അതായത് ഇതിനുള്ളിലുള്ള ചെയ്തിട്ടാണ് പുറത്ത് ഇന്റഗ്രേഷൻ വരുന്നത്. ക്ലിയർ ആയോ? ഇത് ചെയ്തിട്ട് വേണം ഈ ഇന്റഗ്രേഷൻ ചെയ്യണം. അപ്പൊ ഇന്റഗ്രേഷൻ പുറത്ത് എടുക്കും. അപ്പൊ ഇവിടെ വരെ ചെയ്ത ആൻസറിനെയാണ് വീണ്ടും എന്ത് ചെയ്യണത്, വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് വീണ്ടും ഇത് യു വി ഫോം ആയി. അപ്പൊ നമുക്ക് ഇവിടെ വരെയുള്ള ടേം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതി, ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ ഇവിടെ ഇരുന്നോട്ടെ. ഇനി ഇപ്പുറത്തുള്ള ടേം ചെയ്യുന്ന സമയത്ത് ഇവിടെ മൈനസ് ഇവിടെ നിർത്തി. ഇനി ഇവിടെ ഈ ടേമിനെ നിർത്താം. അത് 3x² അങ്ങനെ തന്നെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയിൻ റൂൾ രൂപത്തിലാണ് പിന്നെ ചെയ്തേക്കണം. ഈ മെത്തേഡിൽ നമ്മളിവിടെ ചെയ്തേക്കുന്നത് ചെയിൻ റൂൾ എങ്ങനെ വരുന്ന ചെയിൻ റൂൾ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരെ വന്ന ടേം ഇട്ട് വീണ്ടും ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിഫറൻസിയേഷൻ ചെയ്യും. ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 3 × 2 6x വരും. മൈനസ് സൈൻ എക്സിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ് എക്സ് കിട്ടും. അപ്പൊ മൈനസ് കോസും ഈ അടുത്ത മൈനസും കൂടി വരുമ്പോൾ എന്തായി, പ്ലസ് ആയിട്ട് മാറി. ഇവിടെ പ്ലസ് ആയിട്ട് മാറി. ക്ലിയർ ആണ്? ഇവിടെ വരെ എത്തിയതിനു ശേഷം ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. 3 × 2 എന്ന് പറയുമ്പോൾ ഇവിടെ 6 കിട്ടും. അതായത് ഇവിടെ നമുക്ക് 6x മൈനസ് ഓഫ് മൈനസ് സൈൻ എക്സ് ആയി. ഈ മൈനസും കൂടി പ്ലസ് ആയി. ഇവിടെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഈ ടേമിനെ വീണ്ടും ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യണം. അത് എക്സിന്റെ പവർ തീരുന്ന വരെ ഡിഫറൻസിയേഷൻ ചെയ്യണം. നമ്മുടെ എക്സിന്റെ പവർ ഇവിടെ 1 ആണ് ഉള്ളത്. അപ്പൊ ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 6 കിട്ടും. മൈനസ് സൈനസ് ചെയ്യുമ്പോൾ വീണ്ടും മൈനസ് കോസ് എക്സ് കിട്ടും. വീണ്ടും അടുത്ത ഈ മൈനസും കൂടി ഇത് വീണ്ടും പ്ലസ് ആവും. ഇത് പോയി. വീണ്ടും അടുത്ത ടേം നോക്കിയേ, വീണ്ടും 6 × cos x. രണ്ട് ടേം ആണ് ഇവിടെ, എക്സിന്റെ പവർ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 6ന്റെ കൂടെ വരുന്നത് 0 വരും. അപ്പൊ ഈ ആൻസർ 0 ആയിട്ട് പോകും. ഇനി ഇത് നോക്കിയേ, 6x cos x മൈനസ് 6 sin x പ്ലസ് 0 വരും. ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ എഴുതി, മൈനസ് s³ cos x വരും, പ്ലസ് 3x² sin x പ്ലസ് ഇവിടുത്തെ 6x × cos x മൈനസ് 6 sin x പ്ലസ് 0. ഇത് ക്ലിയർ ആണോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ചോദിച്ചാണെങ്കിൽ ഇതേപോലെ ഇവിടെ നിങ്ങൾ ചെയിൻ റൂൾ പോലെ ചെയ്തു പോകണം. ഇവിടെ എത്തുമ്പോൾ എക്സിന്റെ പവർ തീരുന്നത് വരെ ഡിഫറൻസിയേഷൻ ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്ത് പോകണം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് ചെയിൻ റൂൾ എന്ന്, പ്രൊഡക്റ്റ് റൂൾ, ലെബനീസിന്റെ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് റൂൾ കേട്ടോ, ഇതാണ് പഠിക്കേണ്ടത്. ഇനി ഡബിൾ ഇന്റഗ്രൽ. ഇവിടെ ഫസ്റ്റ് ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇന്റഗ്രേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ 2 ഇന്റഗ്രേഷൻ വരും. ഒരു f(x)y ടേം വരും. നേരത്തെ എക്സിന്റെ ടേം മാത്രം. f(x)നെ dx ചെയ്യാനാണ്, ഇന്റഗ്രേഷൻ ചെയ്യാനാണ് നമ്മൾ പഠിച്ചത്. അത് ഒരു ഇന്റഗ്രേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരു ക്ലാസ് ഇന്റർവൽ ഉണ്ടായിരുന്നു. അത് a to b എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇന്റർവൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു f(x) ഉണ്ടായിരുന്നു, dx ചെയ്യാനാണ് പഠിച്ചത്. ഇനി ഡബിൾ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ 2 ടേം ആയി. അതായത് വാരിയബിൾ 2 എണ്ണമായി. x എന്നുള്ളത് x ഉം y ആയി. അപ്പൊ dy by ചെയ്യണം, dx ചെയ്യണം.
അത് 2 ക്ലാസ് ഇന്റർവൽ ഉണ്ടായിരിക്കും. A to B എന്നുള്ളതും C to D എന്നുള്ള 2 എക്സിനും വൈക്കും 2 ടേമിനെയും ഇന്റഗ്രേഷൻ ചെയ്യണം. അതിന് 2 ക്ലാസ് ഇന്റർവൽ ഉണ്ടായിരിക്കും. എക്സിന്റെ ആദ്യം തന്നിരിക്കുന്ന അനുസരിച്ചിട്ട് ഉള്ളിലുള്ളത് സോൾവ് ചെയ്ത് പോവാം. ആദ്യം തന്നിരിക്കുന്നത് y ആയതുകൊണ്ട് dy ആയതുകൊണ്ട് വൈയുടെ ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്ത് ഈ ക്ലാസ് ഇന്റർവൽ കൊടുക്കാം. അതിനുശേഷം എക്സിന്റെ ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്തിട്ട് ഈ ക്ലാസ് ഇന്റർവൽ കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ടേം ചെയ്യുമ്പോൾ നോക്കിയേ, ഫസ്റ്റത്തെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇവിടെ dx ആണെങ്കിൽ dx കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇന്റർവൽ ഇത് വരും. അതിനുശേഷം dy ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ dyക്ക് അടുത്ത ഇന്റഗ്രേഷന്റെ റേഞ്ച് കിട്ടും. ഇങ്ങനെ വരാം. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് ടേമുകളാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ എഫ് ഓഫ് എക്സ് വൈ രണ്ടിന്റെയും എക്സിന്റെ ടേം ഒന്ന് വൈയുടെ ടേം രണ്ടും കോൺസ്റ്റന്റ് ടേമുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നുള്ളതായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ടും ചെയ്യാം. 2 മെത്തേഡ് ചെയ്യാന്ന് പറയണേ. ഒരു മെത്തേഡ് നേരിട്ട് എക്സും വൈയും കലർന്നുള്ള ഇക്വേഷൻ ആയിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈ വരാം. അത് എക്സ് സ്ക്വയർ വൈ എക്സ് ക്യൂബ് വൈ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ 2 ടേമും എക്സും വൈയും 2 ടേമും കൂടി തരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഇക്വേഷൻ ചെയ്യാം. അതല്ല ഇപ്പൊ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ 2 ടേമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കൊടുക്കുക എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നുള്ള ടേമിൽ ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ 2 മെത്തേഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെ ക്ലാസ് ഇന്റർവൽ തരാണ്ട് ഇതുപോലെ ഇതൊക്കെ ക്ലാസ് ഇന്റർവൽ തന്നിട്ടുണ്ട്. A to B, C to D, A to B, C to D എന്നൊക്കെ ക്ലാസ് ഇന്റർവൽ തന്നിട്ടുണ്ട്. ഇനി ക്ലാസ് ഇന്റർവൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ റേഞ്ച് ഇവിടെ തന്നിട്ടുണ്ടാവും. A ലെസ് അതായത് എക്സ് വൈ എന്ന് പറയുന്നത് 6 വരെ എന്ന് പറയണം. ഇപ്പൊ 6 എന്ന് പറയുന്നത് A ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഈക്വൽ ടു ബി, അല്ലെങ്കിൽ C ലെസ് താൻ ഈക്വൽ ടു വൈ ലെസ് താൻ ഈക്വൽ ടു ഡി. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്ന റേഞ്ച് A തുടങ്ങി B ആവുന്നത് വരെയും വൈയുടെ റേഞ്ച് C തുടങ്ങി D ആവുന്നത് വരെയും ഇതുപോലെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും. ഇങ്ങനെ തരാം. അല്ലെങ്കിൽ ഇതുപോലെ എക്സ് ഡി വൈക്ക് പകരം ഡി എന്ന് കൊടുത്തിട്ട് ആദ്യത്തെ ഇന്റർവെല് എ കോമ ബി, രണ്ടാമത്തെ ഇന്റർവെല് സി കോമ ഡി. ഇങ്ങനെയും നമുക്ക് എന്തെല്ലാം ഈ ക്ലാസ് ഇന്റർവെൽ ഇവിടെ തന്നിരിക്കുന്ന ഈ ക്ലാസ് ഇന്റർവെലിനെ ഇങ്ങനെ 2 മെത്തേഡ് ആയിട്ട് നമുക്ക് തരാം. ഈ 3 കാര്യം പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഞാൻ എന്റെ ബേസിക് പ്രോബ്ലത്തിലേക്ക് നോക്കാം. നമ്മൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2 നോക്കി എക്സ് ഇൻറ്റു വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ്. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം തന്നിരിക്കുന്ന ഉള്ളിലത്തെ ടേമിൽ എന്തായിരുന്നു എന്നിട്ട് ഫസ്റ്റത്തെ ഇന്റഗ്രേഷൻ, സെക്കൻഡ് ഇന്റഗ്രേഷൻ. അപ്പൊ എക്സിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തുടങ്ങി 1 ആവുന്ന വരെ. അതായത് എക്സ് പുറത്താണ്. അപ്പൊ പുറത്ത് കിടക്കുന്നത് ഡി എക്സ് പുറത്തും ഡി വൈ അകത്തൊക്കെ കിടക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഉള്ളിലുള്ളത് ആദ്യം സോൾവ് ചെയ്യണം. അതായത് വൈയുടെ ടേമിൽ ആദ്യം ഡിഫറൻസിയേഷൻ ചെയ്യണം. അതിനുശേഷം എക്സിന്റെ ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്യണം. ഡിഫറൻസിയേഷൻ അല്ല, ഇന്റഗ്രേഷൻ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഡി വൈയുടെ ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇവിടെ കൊടുക്കുന്ന റേഞ്ച് എപ്പോഴെന്തായിരിക്കും? വൈയുടെ റേഞ്ച് ആയിരിക്കും. അപ്പൊ വൈയുടെ വാല്യൂ ഇവിടെ നമുക്ക് 1 to 2 വരെയും എക്സിന്റെ വാല്യൂ 0 to 1 വരെ ആയിരിക്കും. അപ്പൊ എക്സ് ഈക്വൽ ടു 0 to 1 എന്നും വൈ ഈക്വൽ ടു 1 to 2 എന്നും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് രണ്ടായി. എന്നിട്ട് ഇങ്ങനെ 2 സെറ്റ് ആക്കി വെക്കുക. ഡി ഇന്റഗ്രേഷനെ പുറത്തിട്ടു, ഡി എക്സിനെ പുറത്തിട്ടു. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഉള്ളിലത്തെ ടേമിനെ വൈയുടെ ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്യാം. വൈയുടെ ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിർത്താം. വൈനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ആണ്. വൈ സ്ക്വയർ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ വൈ ക്യൂബ് ബൈ 3 കിട്ടും. ഇവിടെ റേഞ്ച് കൊടുക്കാൻ പറഞ്ഞാൽ 1 to 2 ആണ്. 1 to 2 കൊടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് കോൺസ്റ്റന്റ് ആണ്, പുറത്തിട്ടു. ഇവിടെ വൈയുടെ സ്ഥാനത്ത് ആദ്യം 2 കൊടുക്കുക, പിന്നെ 1 കൊടുക്കുക. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2ന്റെ പവർ 3 വരുമ്പോൾ 2 ക്യൂബ് വരും. 1ന്റെ പവർ 1 ക്യൂബ് എന്ന് പറയുമ്പോൾ 1 തന്നെ വരും. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് 8 വരും. 8 മൈനസ് 1 വരും. 8 മൈനസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് 7/3 എന്ന് കിട്ടും. 7 അതായത് 8 മൈനസ് 1 എന്ന് പറയുന്നത് 7/3 എന്ന് കിട്ടും. അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തിട്ടു. ബാക്കി ഇവിടുത്തെ എക്സ് ഉണ്ടാവും. ആ എക്സിനെ വീണ്ടും ഇന്റഗ്രേഷൻ ചെയ്യുക. എക്സിനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അതിന് പവർ 0 to 1 വാല്യൂ കൊടുക്കുക. അപ്പൊ 7/3 കോൺസ്റ്റന്റ് ആണ്, അത് അങ്ങനെ തന്നെ നിർത്തും. 0 കൊടുക്കുക കഴിഞ്ഞാൽ മൊത്തം 0 ആയിട്ട് പോകും. എക്സിന് പവർ 1 കൊടുക്കുമ്പോൾ 1/2 വരും. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7/6 കിട്ടും. ഇത് ക്ലിയർ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി സെപ്പറേറ്റ് ചെയ്താൽ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും തന്നിരിക്കുന്നത്. നോക്കി, ഇന്റഗ്രേഷൻ ഓഫ് 0 to 1 എക്സ് ഡി എക്സ് ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് 1 to 2 വൈ സ്ക്വയർ ഡി വൈ. ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 വരും. 0 to 1 വാല്യൂ കൊടുക്കുക. വൈ സ്ക്വയർ ഡി വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ക്യൂബ് ബൈ 3 വരും. 1 to 2 വാല്യൂ കൊടുക്കുക. ഇവിടെ നമുക്ക് 1 കൊടുക്കുന്ന സമയത്ത് 1/2 എന്ന് കിട്ടും. 0 കൊടുക്കുമ്പോൾ 0 പോകും. അപ്പോൾ 1/2 എന്ന് കിട്ടും. ഇവിടെ വൈ ക്യൂബിൽ 2 കൊടുക്കുമ്പോൾ 8/3 മൈനസ് 1 കൊടുക്കുമ്പോൾ 1/3 വരും. 8 നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 7/3 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 7/6 കിട്ടും. ഇങ്ങനെ നമുക്ക് ചെയ്യാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, 2 മെത്തേഡിലും ചെയ്യാം. നമ്മളോട് പറഞ്ഞത് ഈ 2 മെത്തേഡ് യൂസ് ചെയ്യാം. ഇതുപോലെയും ചെയ്യാം, ഇതുപോലെയും ചെയ്യാം. ആ 2 മെത്തേഡിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫസ്റ്റത്തെ മെത്തേഡ് ചെയ്തു, ഇത് സെക്കൻഡ് മെത്തേഡ് ചെയ്തു. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഇൻഡ് അങ്ങനെയുള്ള ടേമുകളാണെങ്കിൽ മാത്രം.
ഇത് ക്ലിയർ ആണോ? മിസ് ക്ലിയർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷൻ 0 to 1 ഉള്ളിൽ ഇന്റഗ്രേഷൻ 0 to 2 s സ്ക്വയർ പ്ലസ് y സ്ക്വയർ dx dy. അപ്പൊ ആദ്യം തന്നെ ഇവിടത്തെ ഓർഡർ നോക്കിയാൽ മതി ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട്. ഇവിടെ dx ആണെങ്കിൽ ഫസ്റ്റത്തെ ടേം ഇന്റഗ്രേഷൻ എന്തായിരിക്കും? എക്സിന് 0 to 2 ആയിരിക്കും വാല്യൂ. ഇവിടെ dx ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ ടേമിൽ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം, സെക്കൻഡ് dy ചെയ്യാം. ഫസ്റ്റ് എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ s³ 3 കിട്ടും. ഇവിടെ എക്സിന്റെ ടേം ഇല്ല, എസിന്റെ ടേം ഇല്ലാത്ത ഒരു കോൺസ്റ്റന്റ് ടേം ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും? 1 ആണ് ഇന്റഗ്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പൊ ഇവിടെ നമുക്ക് y സ്ക്വയർ ഉണ്ട്. അപ്പൊ y സ്ക്വയർ കൂടെ നമുക്ക് എന്ത് കിട്ടും? എക്സ് വരും. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് y സ്ക്വയർ എക്സ് വരും. 0 to 2 വാല്യൂ കൊടുക്കുക. എക്സിന്റെ സ്ഥാനത്ത് 0 to 2 വാല്യൂ കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ മൊത്തം 0 ആയിട്ട് പോകും. 2 കൊടുക്കുന്ന സമയത്ത് 2³ എന്ന് പറഞ്ഞാൽ 8/3 പ്ലസ് 2 ഇൻറ്റു ഇവിടെ എക്സിന് 2 കൊടുക്കുക, 2 ഇൻറ്റു y സ്ക്വയർ എന്ന് കിട്ടും. എന്നിട്ട് ഇനി അടുത്ത ഇന്റഗ്രേഷൻ 0 to 1 dy ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്യാം. ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ 8/3 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കൂടെ ഒരു y വരും. ഇവിടെ നമുക്ക് y സ്ക്വയർ ആണ്, y³ വരും. 1 to 0 വാല്യൂ കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ 0 ആയിട്ട് പോകും. ഇവിടെ 1 കൊടുക്കുന്ന സമയത്ത് 8/3 വരും. ഇവിടെ 1 കൊടുക്കുന്ന സമയത്ത് ഇതും 1 തന്നെ വരാം. 1 into 2 എന്ന് പറയുമ്പോൾ 2/3 വരും. അപ്പൊ 8/3 പ്ലസ് 2/3 നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 10/3 എന്ന് കിട്ടും. ക്ലിയർ ആണോ? മിസ് ക്ലിയർ. ക്ലിയർ ആണ്. ഞാൻ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഇട്ടുണ്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഡബിൾ ഇന്റഗ്രേഷനിൽ കോൺസ്റ്റന്റ് വാല്യൂ. ഇപ്പൊ നമ്മൾ മെത്തേഡ് തന്നെയാണ്. അതൊന്ന് എന്താണ് ഡബിൾ ഇന്റഗ്രൽ വിത്ത് കോൺസ്റ്റന്റ് ലിമിറ്റ് എന്നുള്ളതാണ്. അങ്ങനെ ടേം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോൺസ്റ്റന്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ഓഫ് r s സ്ക്വയർ y സ്ക്വയർ dx dy ഇങ്ങനെ തന്നിട്ടുണ്ടാവും. r-ന്റെ റേഞ്ച് 0 to 0 ലെസ് താൻ ഓർ ഈക്വൽ ടു x ലെസ് താൻ ഓർ ഈക്വൽ ടു 2, 0 ലെസ് താൻ ഈക്വൽ ടു y ലെസ് താൻ ഈക്വൽ ടു 3. അപ്പൊ ആദ്യം dx ചെയ്യാൻ പറയണം അല്ലെ. അപ്പൊ dx ചെയ്യുമ്പോൾ എക്സിന്റെ ഇന്റഗ്രേഷൻ ഇവിടെ വരേണ്ടത്. അപ്പൊ എക്സിന്റെ ക്ലാസ് ഇന്റർവെൽ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. എക്സിന്റെ ക്ലാസ് ഇന്റർവെൽ പറഞ്ഞേക്കുന്നത് 0 to 2 ആകുന്ന വരെ. അപ്പൊ നമ്മൾ ക്ലാസ് ഇന്റർവെൽ വന്നു 0 to 2 എന്ന് കൊടുത്തു. y-യുടെ ടേമിൽ 0 to 3 എന്ന് കൊടുത്തു. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇന്റഗ്രേഷൻ ചെയ്യാം. അതാണ് ഡബിൾ ഇന്റഗ്രൽ വിത്ത് കോൺസ്റ്റന്റ് ലിമിറ്റ്. എന്ന് വെച്ചാൽ ലിമിറ്റ് നമ്മോട് തന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു റേഞ്ച് ആയിട്ട് കോൺസ്റ്റന്റ് വാല്യൂ തന്നിട്ടുണ്ടാവും. അത് നമ്മോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇന്റഗ്രേഷൻ റേഞ്ച് കൊടുക്കണം. സാധാരണ ഇന്റഗ്രേഷൻ ചെയ്തിട്ട് ആ വാല്യൂസ് അപ്ലൈ ചെയ്യാം. ക്ലിയർ ആണോ പറഞ്ഞത്? മിസ് ഇത് ഒരു ഡൗട്ട്. പറ. അല്ല കോൺസ്റ്റന്റിന്റെ ഇങ്ങനെ ഇതൊന്നുകൂടെ പറഞ്ഞു ഈ കണക്ക്. അതായത് ഇവിടെ നമുക്ക് 2 മെത്തേഡ് പറഞ്ഞില്ലേ. നമ്മ ഈ 2 പ്രോപ്പർട്ടീസ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും വരാം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഇങ്ങനെ വരുന്നതിനാണ് ഈ കോൺസ്റ്റന്റ് ലിമിറ്റ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ആറിന് വാല്യൂ നമുക്ക് റേഞ്ച് ഇതുപോലെ 2 മെത്തേഡിൽ തരാം. ആറിന്റെ റേഞ്ച് അതിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ റേഞ്ച് വരുന്നത്, അത് ഈ ക്ലാസ് ഇന്റർവെല്ലിന്റെ റേഞ്ച് വരുന്നത് a to b എന്ന് പറഞ്ഞ വാല്യൂ വരുന്നത് ഇങ്ങനെ തന്നിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ട് റേഞ്ച് ഒന്നും തരാണ്ട് തരും ക്വസ്റ്റ്യൻ. എന്നിട്ട് റേഞ്ച് ഇങ്ങനെ സൈഡിൽ എവിടെ തുടങ്ങിയാണ് എവിടെ വരെയാണെന്ന് അവസാനിക്കുക എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ടോ. ആ റേഞ്ച് കൊണ്ട് എക്സിന്റെ സ്ഥാനത്തിനുള്ള എക്സിന് കൊടുക്കുക, വൈക്കുള്ളത് വൈക്ക് കൊടുക്കുക. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. വെച്ചാല് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാം. ഇങ്ങനെ ഇവിടെ വരെ ഉണ്ടാവുള്ള ക്വസ്റ്റ്യൻ ഇവിടെ വരെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് റേഞ്ച് ഒന്നും അറിയില്ല എങ്ങനെ ചെയ്യാം. ആ റേഞ്ച് ആണ് ഈ എടുക്കുന്നത്. ഇത് എക്സിന്റെ റേഞ്ച് ഇതും ഇവിടെ എക്സ് തന്നിട്ടുള്ളത് എക്സിന്റെ റേഞ്ച്, ഇവിടെ വൈ സെന്ററിൽ വൈ തന്നിട്ടുള്ളത് വൈയുടെ റേഞ്ച്. അപ്പൊ ആദ്യം ഡി എക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് ഉള്ളിലത്തെ ആദ്യത്തെ ഇന്റഗ്രേഷൻ എന്ത് കൊടുക്കണം? എക്സിന്റെ റേഞ്ച് കൊടുക്കണം. അപ്പൊ 0 to 2 കൊടുക്കണം. അതിനുശേഷം വൈ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇന്റഗ്രേഷന് വൈക്ക് 0 to 3 കൊടുക്കും. ഇവിടെ വരെ ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആയില്ലേ? പറഞ്ഞത് ക്ലിയർ ആയില്ലോ? ഒന്നുകൂടി പറ. ക്ലിയർ ആണ്. ഹലോ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ വരെ ചെയ്തതിനു ശേഷം ഇനി നേരത്തെ ചെയ്ത പോലെ ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യുക, ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യുക. എക്സിന്റെ ടേമിൽ ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ s³ 3 കിട്ടും. സെക്കൻഡ് ടേമിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ y സ്ക്വയർ ഇൻറ്റു എക്സ് വരും. ഇവിടെ 0 to 2 റേഞ്ച് കൊടുക്കുക. 0 to 2 റേഞ്ച് കൊടുക്കുമ്പോൾ 2 വരുമ്പോൾ 8 ആയി, 8/3 വരും. ഇവിടെ 2 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു y സ്ക്വയർ ആയി. പിന്നെ ഡിവൈഡ് ചെയ്യാം. ഡി ടേമിന് വീണ്ടും ഇന്റഗ്രേഷൻ ചെയ്യുക. 8/3 എന്ന് പറയുമ്പോൾ 8/3 ഇൻറ്റു y വരും. ഇവിടെ 0 to 3 ആണ് റേഞ്ച് കൊടുക്കാൻ പറഞ്ഞത്. yക്ക് 3 കൊടുക്കുക. അപ്പൊ 8/3 ഇൻറ്റു 3 വരും. ഈ 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 8 കിട്ടി.
ഇനി ഈ ടേമിനെ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് 2y² ആയിരുന്നു, y³ 3 വരും. y³ വൈയുടെ സ്ഥാനത്ത് 3 കൊടുക്കുക, 3 വരും. എന്നിട്ട് ഇതിൽ ഈ ഒരു 3യും ഈ ക്യൂബിലത്തെ 3യും കൂടി പറഞ്ഞ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3യുടെ സ്ക്വയർ വരും. അപ്പൊ 2 × 3 സ്ക്വയർ 3 × 3 9 വരും. 2 × 9 വരും. 2 × 9 എന്ന് പറയുമ്പോൾ 80, 80 + 8 എന്ന് പറയുമ്പോൾ 26. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇപ്പൊ നമുക്ക് ഫസ്റ്റത്തെ മെത്തേഡ് കിട്ടി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എങ്ങനെ ചെയ്യുന്നുള്ളത് മനസ്സിലായി. അതിനെയാണ് കോൺസ്റ്റന്റ് ലിമിറ്റ് എന്ന് പറയാം. ഇനി വാരിയബിൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വാരിയബിൾ നമുക്ക് ഇവിടെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. അതിനെയാണ് വാരിയബിൾ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇവാലുവേഷൻ ഓഫ് ഡബിൾ ഇന്റഗ്രേഷൻ വിത്ത് വാരിയബിൾ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇന്റഗ്രേഷൻ പവറിൽ തന്നെ നമുക്ക് അതിന്റെ വാരിയബിൾ തന്നിട്ടുണ്ടാവും. എക്കും ബിക്കും വാല്യൂ തന്നിട്ടുണ്ടാവും. f(x) dy/dx. ഒരു എക്സാമ്പിൾ നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്റഗ്രേഷൻ 0 to 1. അതായത് എയുടെ സ്ഥാനത്ത് 0യും ബിയുടെ സ്ഥാനത്ത് 1 എന്നുള്ള ക്ലാസ് സെന്ററിലൂടെ തന്നിട്ടുണ്ടാവും. രണ്ടാമത്തേന് 0 to x. ക്വസ്റ്റ്യൻ തന്നെ നേരിട്ട് തന്നതുപോലെ ഇന്റഗ്രേഷന്റെ പവർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ ക്ലാസ് സെന്ററിൽ നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് വാരിയബിൾ ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ വാരിയബിൾ തരാതെ ആറായിട്ട് തന്നിട്ട് സെന്ററിൽ ഇവിടെ 0 to 0 ലെസ് വാല്യൂ അങ്ങനെ വാല്യൂ ആയിട്ട് തരികയാണെന്നെങ്കിൽ അത് കോൺസ്റ്റന്റ് ലിമിറ്റ് ആയി. അപ്പൊ രണ്ട് ലിമിറ്റ് ആണ്. രണ്ടും തരുമ്പോൾ കോൺസ്റ്റന്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ടാവില്ല ലിമിറ്റ്. വാരിയബിൾ ലിമിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ലിമിറ്റ് തന്നിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ വ്യത്യാസം. അതിനുശേഷം x² + y² ഇന്റഗ്രേഷൻ ചെയ്യുക. അപ്പൊ ചെയ്ത പോലെ തന്നെ ഇന്റഗ്രേഷൻ ചെയ്യുക, വാല്യൂ കൊടുക്കാം. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. പിന്നെ ഇന്റഗ്രേഷൻ ചെയ്യാൻ ചെയ്യാലത് ഇവിടെ നിങ്ങട് ഇതിന് ഞാൻ പറയണത് വേണ്ട മനസ്സിലായി. ഇനി വരുന്ന വാല്യുവേഷൻ ഓഫ് ട്രിപ്പിൾ ഇന്റഗ്രൽ. ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചത്. അടുത്തത് മൂന്നാമത് വരും. മൂന്നാമത് വരും നമുക്ക് വാരിയബിൾ എക്സും വൈയും നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എക്സും വൈയും സെഡും വരും. അപ്പോ dx, dy, dz. അപ്പൊ ആ തന്നിരിക്കുന്ന ഈ ഒരു ഓർഡറിൽ തന്നെ ചെയ്താൽ നമുക്ക് തെറ്റില്ല കേട്ടോ. ഇന്റഗ്രേഷൻ തന്നിരിക്കുന്നതും ഈ ഓർഡറിൽ തന്നെ എടുക്കുക. ഫസ്റ്റ് ആദ്യം ഉള്ളിൽ തന്നെ ആദ്യത്തെ എടുക്കുക. ആദ്യത്തെ ഉള്ളിൽ തന്നെ dx ആദ്യം എടുക്കുക. പിന്നെ രണ്ടാമത്തെ ഇന്റഗ്രേഷൻ വരുമ്പോൾ dy എടുക്കുക. ലാസ്റ്റ് dz ചെയ്യുക. ആ ഒരു ഓർഡറിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ട്രിപ്പിൾ ഇന്റഗ്രേഷൻ ആണ് 0 to 3, 0 to 2, 0 to 1, x, y, z, dx, dy, dz. അപ്പൊ ആദ്യം എന്താ പറയണത്? എക്സിന്റെ ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്യുക. അപ്പൊ ഇവിടത്തെ ടേം ഫസ്റ്റത്തെ ഇന്റഗ്രേഷനിലായിരിക്കും എന്ന് പറയുന്നത് x = 0 to 1 dx. അപ്പൊ ഇതൊരു ടേമായി. അതിനുശേഷം dy ആണ്. അപ്പൊ രണ്ടാമത് y = 0 to 2 വരും. പിന്നെ dz എന്ന് പറയുമ്പോൾ z = 0 to 3 വരും. അത് വെച്ചുകൊണ്ട് മൂന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാം. ഇത് മൂന്ന് കോൺസ്റ്റന്റ് ടേം ആയതുകൊണ്ട് നമുക്ക് മൂന്നിനെ നേരിട്ട് കൊടുക്കാം. സെഡിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ z² 2 വരും. 0 to 3 കൊടുക്കുക. വൈനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ y² 2 0 to 2 കൊടുക്കുക. എക്സിനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ s² 2 0 to 1 കൊടുക്കുക. ഇവിടെ 3 കൊടുക്കുമ്പോൾ 3² 9/2 വരും. ഇവിടെ 2² വരുമ്പോൾ 4² വരും. ഇവിടെ 1/2 വരും. ഈ 4 ഒരു 2 ക്യാൻസൽ ചെയ്യുക. ഈ 2 ക്യാൻസൽ ചെയ്യുക. ബാക്കി ആൻസർ 9/2. ക്ലിയർ ആണ് ഈ ക്വസ്റ്റ്യൻ? ഹലോ ഹലോ കേൾക്കാം. ഹലോ. ആ ഇത് ക്ലിയർ ആയിരുന്നോ? കേട്ടിരുന്നത് ഈ ഇല്ല, ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോഴാണ് കട്ടായി പോയത്. കട്ടായി പോയി. ചെയ്ത് കാണിച്ചു തരാം. മൂന്ന് ഇന്റഗ്രേഷൻ ഒരുമിച്ച് വരും. ഇവിടെ തന്നിരിക്കുന്നത് എക്സ് വൈ സെഡ് dx, dy, dz എന്ന് പറയണം. അപ്പൊ ആദ്യത്തെ എല്ലാ സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇത് 1, 2, 3. അപ്പൊ ആദ്യത്തെ ടേമില് എക്സിന്റെ ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്തിട്ട് എക്സിന് ഇന്റഗ്രേഷൻ ചെയ്യാം. നമുക്ക് ഓർഡർ ആക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പുറത്ത് കിടക്കുന്ന dz. അപ്പൊ ഒരു സെഡേ ഉള്ളൂ. അപ്പൊ നമുക്ക് സെഡിന് ഇന്റഗ്രേഷൻ ചെയ്യുക. z²/2 വരും. ഇവിടെ വാല്യൂ കൊടുക്കേണ്ടത് 0 to 3 കൊടുക്കുക. അടുത്തത്
ഇവിടെ ഇൻറ്റു ചെയ്യുക. അടുത്ത വൈയുടെ ടേം ഇൻറ്റഗ്രേഷൻ ചെയ്യുക. അപ്പോൾ y സ്ക്വയർ ബൈ 2, ഇവിടെ വാല്യൂ നമുക്ക് 0 to 2 കൊടുക്കുക ഇൻറ്റു എക്സിന് ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ എസ് സ്ക്വയർ കേട്ടോ, എസ് സ്ക്വയർ ബൈ 2 ഹോൾ റേസ് ടു 0 to 3 വാല്യൂ കൊടുക്കാം. അപ്പോൾ y സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇവിടെ 1 ആണ് കേട്ടോ, സോറി ഇത് 1 ആയിരുന്നേ, ഇവിടെ 3, സെഡിന് 3 കൊടുക്കുമ്പോൾ എന്തുണ്ടാവും 3 ക്യൂബ് ബൈ 2 ഇൻറ്റു വൈക്ക് സ്ക്വയർ കൊടുക്കാൻ 2 ആണ് കൊടുക്കാൻ, അപ്പോൾ 2 സ്ക്വയർ 4 ബൈ 4 അല്ലെ 4 ബൈ 2 ഇൻറ്റു ഇവിടെ 1 ആണ്, അപ്പോൾ 1 ബൈ 2 വരും, 1 ബൈ 2 വരും. ഈ 2ഉം ഈ 2ൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 വരും, ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ 1 ആവും. ബാക്കി ഇവിടെ 2 സ്ക്വയർ അല്ലേ, 2 സ്ക്വയർ ആണ് കേട്ടോ, അത് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ബൈ 2 എന്ന് കിട്ടും ആൻസർ. ക്ലിയർ ആണത്? ക്ലിയർ ആണോ? ഹലോ 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 കേൾക്കുന്നുണ്ടോ? മിസ്സേ ക്ലിയർ ആണ്. ഹലോ ആ ക്ലിയർ ആണ്. അതുപോലെ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സെയിം തന്നെയാണ്. ഇവിടെ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഇന്റഗ്രേഷൻ നേരത്തെ തന്നിട്ടുണ്ട് 0 to 1, 0 to 2, -1 to 2. അപ്പൊ ആദ്യത്തെ ടേം എന്ത് ചെയ്യണം? ആദ്യത്തെ ടേമിൽ എക്സിനെ ഇന്റഗ്രേഷൻ ചെയ്യുക. എക്സിനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 വരും. ഇവിടെ നമുക്ക് എക്സിന്റെ ടേം ഇല്ല, അതുകൊണ്ട് വൈ സ്ക്വയർ എക്സ് വരും. അതായത് ഈ ഡി എക്സ് ആണ് ചെയ്യാൻ പറഞ്ഞത് അല്ലെ. ഡി എക്സ് ചെയ്യാൻ പറയുമ്പോൾ ആദ്യം എക്സിന്റെ ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്യുക, എക്സിന്റെ വാല്യൂ കൊടുക്കാം. അപ്പൊ എക്സിന്റെ ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇവിടെ എസ് ക്യൂബ് ബൈ 3 വരും. ഇവിടെ എക്സിന്റെ ടേം ഇല്ലാത്തത് കൊണ്ട് എസ് സ്ക്വയർ ഇൻറ്റു എക്സ് വരും, വൈ സ്ക്വയർ ഇൻറ്റു എക്സ് വരും. ഇവിടെ ഇല്ലാത്തത് കൊണ്ട് സെഡ് സ്ക്വയർ ഇൻറ്റു എക്സ് വരും. അതിനുശേഷം എക്സിന് വാല്യൂ 0 to 1 കൊടുക്കുക. 0 to 1 കൊടുക്കുമ്പോൾ 1 മാത്രം കൊടുത്താൽ 0 കൊടുക്കണ്ട. 1 കൊടുക്കുമ്പോൾ 1 ക്യൂബ് എന്ന് പറയുമ്പോൾ 1 ബൈ 3 വരും. ഇവിടെ 1 വരുമ്പോൾ വൈ സ്ക്വയർ അങ്ങനെ തന്നെ വരും. ഇവിടെ 1 വരുമ്പോൾ സെഡ് സ്ക്വയർ അങ്ങനെ തന്നെ വരും. ഡി വൈ ഡി സെഡ് എന്ന് കിട്ടി. ഇനി വീണ്ടും വൈയുടെ ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്യുക. വൈയുടെ ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് 1 ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ വൈ ബൈ 3 വരും. ഇവിടെ വൈ ക്യൂബ് ബൈ 3 വരും. ഇത് വൈ ഇൻറ്റു സെഡ് സ്ക്വയർ വരും. ഇവിടെ നമുക്ക് 0 to 2 വാല്യൂ കൊടുക്കാം. ഇവിടെ 2 കൊടുക്കുമ്പോൾ 2 ബൈ 3 വരും. ഇവിടെ 2 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് 2 പവർ 3 എന്ന് പറയുന്നത് 8 ബൈ 3 വരും. ഇവിടെ 2 ഇൻറ്റു സെഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഡി സെഡ് ചെയ്യാം. ഡി സെഡ് സമയത്ത് ഇത് നമുക്ക് ഈ രണ്ട് ടേം കോൺസ്റ്റന്റ് ടേം ആണ്, അടിയിൽ ഈക്വൽ ആയതുകൊണ്ട് രണ്ടിടത്തും 3 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം. അപ്പൊ 2 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 10 ബൈ 3 എന്ന് കിട്ടും. 10 ബൈ 3 പ്ലസ് 2 സെഡ് സ്ക്വയർ ഡി സെഡ് എന്ന് കിട്ടി. ഹലോ മിസ്സേ കേൾക്കുന്നുണ്ടോ? കേട്ടായിരുന്നു, ഇടയ്ക്ക് അറിഞ്ഞൂടെ തന്നെ കട്ടായി പോന്നെ. ആ അതൊന്നും കൂടി നോക്ക്. ഇപ്പൊ കഴിയും, ഈ ഒരു ക്വസ്റ്റ്യൻ തീർക്കാം. ഇവിടെ വരെ ഞാൻ പറഞ്ഞു കേട്ടിരുന്നോ? കേട്ടു. ആ ഈ പവർ നോക്കി താഴെ കിടക്കുന്ന 3 ഡിനോമിനേറ്റർ 3 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം. മുകളിൽ പ്ലസ് ആയതുകൊണ്ട് ആഡ് ചെയ്യാം. 2ഉം 8ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 10 ബൈ 3 കിട്ടും. 10 ബൈ 3 2 പ്ലസ് 2 സെഡ് സ്ക്വയർ അങ്ങനെ വരും. ഇനി സെഡിന്റെ ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്യാം. സെഡിന്റെ ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ടേം ആയതുകൊണ്ട് 10 ബൈ 3 ഇൻറ്റു സെഡ് വരും, പ്ലസ് 2 സെഡ് സ്ക്വയർ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ സെഡ് ക്യൂബ് ബൈ 3 വരും. അതിനുശേഷം റേഞ്ച് -1 to 2. അപ്പൊ രണ്ട് റേഞ്ചും കൊടുക്കണം. -1 കൊടുക്കണം, 2 കൊടുക്കണം. ആദ്യം 2 കൊടുക്കാം. 2 കൊടുക്കുമ്പോൾ നമുക്ക് 10 ബൈ 3 ഇൻറ്റു 2 വരും, പ്ലസ് 2 ഇൻറ്റു ഇവിടെ 2ന്റെ ക്യൂബ്, 2 ഇൻറ്റു ക്യൂബ് എന്ന് പറയുമ്പോൾ 8 ബൈ 3 കിട്ടും. മൈനസ് ഈ സൈഡിന്റെ സ്ഥാനത്ത് ഇവിടെ -1 കൊടുക്കുക, ഇവിടെ -1ന്റെ ഹോൾ ക്യൂബ് കൊടുക്കുക. ഈ ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 ബൈ 3 പ്ലസ് 60 ബൈ 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 36 ബൈ 3 എന്ന് കിട്ടും. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മൈനസ് പ്ലസ് ആയി 10 ബൈ 3 എന്ന് കിട്ടും. ഇവിടെ മൈനസ് ക്യൂബ് മൈനസ് വരും.
അത് 1 × 2 എന്ന് പറയുമ്പോൾ 2 വരും, -2/3 എന്ന് വരും. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് മൈനസ് ആണ്, ഈ മൈനസ് ഉള്ളിലേക്ക് ഉണ്ട്. ഈ മൈനസ് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഇതും പ്ലസ് ആവും, ഇതും പ്ലസ് ആവും. അപ്പോൾ നമുക്കിത് മൊത്തം അടി നോക്കിയാൽ ന്യൂമറേറ്റർ മൊത്തം 3 ആണ്. അതുകൊണ്ട് മൊത്തം മുകളിലത്തെ വാല്യൂ കൂടി ആഡ് ചെയ്താൽ മതി. 36 + 10 46 + 2 വരുമ്പോൾ 48/3 കിട്ടും. ഇതുവരെ ക്ലിയർ ആണോ? അപ്പോൾ ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മിസ്റ്റർ, താങ്ക് യു.